എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിന്റർ വെച്ചിട്ടുള്ളൊരു സൂത്രമാണ്. സാധാരണ നമ്മളൊരു പ്രിന്റർ എന്തിനാണ് എടുക്കാറ്? ഒന്നില്ലെങ്കിൽ സ്കാനറുള്ള പ്രിന്റ് ആണെങ്കിൽ സ്കാൻ ചെയ്തിട്ട് സാധാ ഒരു ഫോട്ടോ ഉള്ളതൊക്കെ സ്കാൻ ചെയ്ത് പ്രിന്റ് എടുക്കാനായിട്ട്. പക്ഷേ ഇന്ന് നമ്മൾ പ്രിന്ററിനെ കൊണ്ട് കൂടുതലായിട്ട് പണിയെടുപ്പിച്ച് നോക്കാൻ പോവാണ്. അതായത് നമ്മുടെ മുഖം, കൈ, നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ നമ്മൾ പ്രിന്റ് എടുത്ത് നോക്കാൻ പോവാണ്. എന്താണെന്നുള്ള കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു എക്സ്പെരിമെന്റിൽ ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മച്ചാന്മാരെ, നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. അങ്ങനെ മച്ചാന്മാരെ, നമ്മളുടെ പ്രിന്റർ നമ്മൾ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിച്ചേക്കാണ്. അപ്പോൾ നമ്മളുടെ പ്രിന്ററിനുള്ള വയറിൻ്റെ ബാക്കിൽ നിന്നുള്ള വയർ നേരെ നമ്മൾ പവറിലേക്ക് കൊടുത്തേക്കാണ്. ഇപ്പോൾ ഇതിലേക്ക് പവർ വരുന്നുണ്ട് കേട്ടോ. വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പരീക്ഷണങ്ങൾ തുടങ്ങുകയാണ് മച്ചാന്മാരെ. അപ്പോൾ മച്ചാന്മാരെ, നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ആദ്യം പേപ്പർ വേണം. അപ്പോൾ നമ്മൾ A4 ഷീറ്റാണ് എടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പ്രിന്ററിൽ ലോഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിലിപ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റും അതുപോലെ തന്നെ കളറും പ്രിന്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഇവിടെയാണ് നമ്മുടെ A4 ഷീറ്റ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. ഓക്കെ, അത് കയറ്റി ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ എക്സ്പെരിമെന്റിലേക്ക് കിടക്കാം. നമ്മുടെ പ്രിന്ററിന്റെ ഉദ്ഘാടനം കഴിയുന്നത് എൻ്റെ ഫേസിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തുകൊണ്ട് തന്നെ ആവട്ടെ. അയ്യോ, ഇതിൻ്റെ മുകളിൽ കയറി ഒടിഞ്ഞു വിടുമെന്ന് എനിക്കറിയില്ല. ഒടിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റാത്ത, അതായത് നമ്മുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്കാൻ ചെയ്ത് പ്രിന്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സ്ഥിരം ചെയ്യുന്ന പോലെ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ഫേസ് തന്നെ പ്രിന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. മച്ചാന്മാരെ, ഇപ്പോൾ ആദ്യം എൻ്റെ ഫേസ് ആണ് ഞാൻ പ്രിന്റ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അതേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതേ ഞാൻ എൻ്റെ ഫേസ് എടുത്ത് പ്രിന്റ് വെച്ച് നോക്കാൻ പോവാണ്. റെഡി? അങ്ങനെ മച്ചാന്മാരെ, ഇത് നമ്മുടെ ഉദ്ഘാടനം കഴിച്ചൂടെ പ്രിന്ററിന്റെ. എൻ്റെ മുഖം വെച്ചിട്ട് ഞാൻ ഇപ്പോൾ പ്രിന്റ് എടുത്താണ് ഈ കാണുന്നത് കേട്ടാ. ചളുങ്ങി പോയ പോലെ മുഖം നോക്കി. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ശരിക്കും നമ്മുടെ ആ ഒരു എന്താ പറയുക, താടിയുടെ കുത്തും കാര്യങ്ങളും കോമയും എല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്കാനർ കൂടെ വരുന്ന പ്രിന്റർ ആട്ടെ. ഇതാണ് സ്കാനർ, നമുക്ക് സ്കാൻ ചെയ്ത് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പ്രിന്റ് ചെയ്തതാണ് നീ കണ്ടേ. ഞാൻ പക്ഷേ ഇത്ര റിസൾട്ട് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല രസമായിട്ട് കിട്ടിയിട്ടില്ലേ? അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കളർ പ്രിന്റ് എടുത്താൽ എങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വെച്ചിട്ട് കളർ പ്രിന്റ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ മുഖം തന്നെയാണ് നമ്മൾ കളർ പ്രിന്റ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ മുഖം അതിലേക്ക് വെച്ച് പ്രിന്റ് എടുക്കുകയാണേ. അയ്യോ, ഇതാണ് കളർ പ്രിന്റ് ഇട്ട. എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് തോന്നുന്നു ചെടി കാണാനായിട്ട് രസം. കളർ പ്രിന്റ് വന്നപ്പോൾ മുഖം ഇങ്ങോട്ട് ചളുങ്ങിപ്പോയ പോലെ അല്ലേ. ഇത് രണ്ടും രണ്ട് ഡിഫറൻസ് കണ്ട. ഇവിടെ ഇച്ചിരി ആവിയും പുകയൊക്കെ അടിച്ച് രണ്ടിനും ഡിഫറൻസ് ഉണ്ടല്ലേ നല്ല രീതിക്ക്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. ഇവിടെ ഇച്ചിരി കൂടി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്ന് ചളുങ്ങി പിളുങ്ങി പോയ പോലെ ആയിട്ടുണ്ട്. നമ്മൾ മുഖം വെച്ചതിന്റെ കുഴപ്പമില്ലാന്ന് അറിയില്ല, ഇച്ചിരി ചളുങ്ങി പോയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ പ്രിന്റ് എടുക്കാൻ പോകുന്നത് നമ്മുടെ പൂവാണ്. ചെടിയിൽ നിന്ന് നമ്മൾ പറിച്ചെടുത്ത ഈ ഒരു പൂവ് നമ്മൾ കളർ പ്രിന്റ് എടുത്തേക്കുന്ന എങ്ങനെ ഉണ്ടാവും നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്കാനറിൽ കൊണ്ടുവന്ന് നമ്മുടെ പൂവ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇലയും ഇതും വരുന്നത്. അതിൽ ചീഞ്ഞ പൂവൊക്കെ ഉണ്ടാക്കി എടുത്ത് മാറ്റിയിട്ട് നോക്കിയാൽ നമ്മൾ ആക്ച്വൽ പ്രിന്റ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. നോക്കിക്കോ, പ്രിന്റ് എടുത്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ നമുക്ക്. ഓക്കെ, അപ്പോൾ സ്കാനിങ് തുടങ്ങിയിട്ടുണ്ട്. പ്രിന്റ് ഔട്ട് വരുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോളൂ കേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ വെച്ച പൂവ് പ്രിന്റ് എടുത്ത് പുറത്തേക്ക് വരുന്നുണ്ട് മച്ചാന്മാരെ. എങ്ങനെയുണ്ട് സാധനം ഒന്ന് നോക്കിയേ. അടിപൊളിട്ടാ. നമ്മൾ വെച്ച് കൊടുത്ത ചെടിയും പൂവല്ല ഇലയാണ് ഈ കാണുന്നത്. അത് പ്രിന്റ് അടിച്ച് വന്നപ്പോൾ നോക്കി എന്ത് രസമായിട്ട് വന്നിരിക്കണെന്ന് നോക്കിയേ. അടിപൊളിയായില്ലേ? ഇത്രയും നല്ലൊരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ശരിക്കും ഒരു ചെടിയുമ്പോൾ നിൽക്കണ സാധനം നമ്മൾ പറിച്ചിവിടെ വെച്ച് സ്കാൻ ചെയ്ത് പ്രിന്റ് എടുത്തപ്പോൾ ഇത്ര ക്വാളിറ്റിയിൽ കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. സംഭവം കലക്കിയില്ലേ നോക്കി, എന്ത് രസമായിട്ടിരിക്കണേന്ന്. അടുത്തായിട്ട് നമ്മൾ പ്രിന്റ് എടുക്കാനായിട്ട് പോകുന്ന ഒരു വെറൈറ്റി സാധനമാണ് നമ്മുടെ CD ആട്ടോ. CD അല്ല DVD. ഇത് ഏതെന്ന് എനിക്ക് അറിഞ്ഞോട്ട് എടുത്ത് കഴിയുമ്പോൾ അറിയാനേ പറ്റുള്ളൂ തോന്നുന്നു. അപ്പോൾ ഇത് പ്രിന്റ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. നമുക്ക് കളർ പ്രിന്റ് തന്നെയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ പ്രിന്റിന് വെച്ചിട്ട് നമ്മൾ ഇത് പ്രിന്റ് എടുത്ത് നോക്കാനായിട്ട് പോവാണ്. എന്താവും എന്നുള്ള കാര്യം നോക്കട്ടെ നമുക്ക്. ഇത് പ്രിന്റ് വരുമ്പോൾ ഇത് നോക്കിയേ, സംഭവം നമ്മളുടെ DVD വെച്ചത് പ്രിന്റായി വന്നത് ഇങ്ങനെയാണ് കേട്ടോ.
അതുപോലെ തന്നെ ഇത് CD ആണ്. ഇത് CD വെച്ചത് പ്രിൻ്റായി വന്നത് ഇങ്ങനെയാണ്. നോക്കിയേ, രണ്ടിൻ്റെയും വ്യത്യാസം നോക്കിയേ. സംഭവം നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റൂട്ടാ ചേഞ്ച് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന്. ഇത് DVD, ഇത് CD. അപ്പോൾ ഇതിൽ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്ന ഭാഗം മിക്കവാറും അതിൽ റീഡ് ആയിട്ടുള്ള സ്ഥലമായിരിക്കുള്ളൂ. അതാവാനാണ് ചാൻസ് കൂടുതൽ വരുന്നത്. കണ്ട, ആ ഒരു കളർ ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തേൽ നോക്കുകയാണെങ്കിൽ, അതായത് CD സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ട, ഇതാണ് നമ്മളുടെ CD നമ്മൾ വെച്ച് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളത്. DVD-ക്ക് ഒരു കളർ, CD-ക്ക് ഒരു കളറായിട്ട് വരും കേട്ടോ. കണ്ട, സംഭവം ഇത്രയും ഡിഫറൻസ് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നോക്കി, ഇങ്ങനെ കാണുമ്പോൾ വലിയ ചേഞ്ച് ഒന്നും തോന്നുന്നില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോൾ ഇതിൽ നല്ലൊരു ചേഞ്ചാണ്. കണ്ട, നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് ഇവിടെ വരുമ്പോൾ. മച്ചാമാർ, ഇത്ര നേരം നമ്മൾ പ്രിന്റ് ചെയ്തത് ആക്ച്വലായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ പ്രിന്റ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരു പരീക്ഷണമാണ്. നമ്മുടെ കണ്ണാടി, നമ്മൾ മുഖം നോക്കുന്ന ഈ ഒരു കണ്ണാടി ഇല്ലേ, ഇത് നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്നതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ലോണം തുടച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇത് സ്കാൻ ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പോവാണ്. എന്താവുമെന്ന് ഒരു പിടിയില്ല നമുക്ക്. അപ്പോൾ ഇതേ നമ്മൾ കളർ പ്രിന്റ് തന്നെയാണ് കൊടുത്തേക്കണത്. നല്ല കളറിൽ അങ്ങോട്ട് കിട്ടട്ടെ. വല്ല എററാവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമുക്ക് നോക്കാം എന്തായാലും എന്താവും എന്നുള്ള കാര്യം. എന്ത്, ഇവിടെ ഒരു കുഞ്ഞിന് ഉറുമ്പ് ഓടിപ്പോകുന്നുണ്ട്. ഓയ്, അപ്പോൾ ഇതേ നമ്മളുടെ പ്രിന്റ് പുറത്തേക്ക് വരുന്നുണ്ട്. ചതിച്ചാശാനെ, കണ്ണാടി പ്രിന്റ് ചെയ്തിട്ടുള്ള അവസ്ഥ ഇതാട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിൽ, ഒരു ബ്ലാക്ക് മാത്രം കണ്ട. അതായത് അവിടെ ഒന്നും റിഫ്ലക്റ്റ് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. മൊത്തത്തിലൊരു ബ്ലാക്ക് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നമ്മുടെ കണ്ണാടിക്ക് നല്ല കുഴപ്പമുണ്ടാകും. ഇനി ബ്ലാക്ക് ആയി പോയാ ഇല്ല, അതിപ്പോഴും കാണാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ വന്ന പ്രിന്റ് നോക്കിയേ, ഇതാണ് അവസ്ഥ. മൊത്തത്തിൽ ബ്ലാക്ക് അടിച്ചു പോയി. അയ്യോ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇങ്ങനെ ബ്ലാക്ക് ആയി പോകുന്നുള്ള കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവിക്കാമല്ലോ. ഇനി എന്ത് പരീക്ഷിച്ച് നോക്കും. ഇത്ര നേരം നമ്മൾ ചെയ്തത് മൂവിങ് അല്ലാത്ത ഒരു സാധനത്തിനാണ് നമ്മൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഈ തവണ ചെയ്യാൻ പോകുന്നത് മൂവിങ് ആയിട്ടിരിക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ പ്രിന്റ് ചെയ്ത് എങ്ങനെ ഉണ്ടാവുന്നത്, അത് കളർ പ്രിന്റ് ആണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ യൂട്യൂബിൽ നമ്മുടെ തന്നെ വീഡിയോ പ്ലേ ചെയ്തേക്കാണ്. ഇത് നമ്മൾ പ്രിന്റ് എടുക്കാൻ പോവാട്ടോ. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് പ്രിന്റ് എടുത്ത് നോക്കാനായിട്ട് പോവാണേ. കളർ പ്രിന്റ് ആണ് എടുക്കുന്നേ. ഔട്ട് വരുന്നുണ്ട്. എന്തായി എന്ന് എനിക്കൊരു പിടിയില്ല. നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ കാട്ടിത്തരാട്ടാ. ഇത് എനിക്കും ആകാംക്ഷയുള്ളൊരു സാധനമാണ്. ഇത് ഞാൻ വന്നു കഴിഞ്ഞിട്ട് കാട്ടിത്തരാം എന്തായാലും. ഓക്കെ, എന്താ കാണുന്നേ? ഒരു പിടിക്കിട്ടില്ലല്ലോ. അപ്പൊ മച്ചന്മാരെ, നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ പ്രിന്റ് എടുത്ത് കണ്ടു അല്ലേ. സംഭവം എന്തായാലും നല്ല രസമായിട്ടുണ്ട്. എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും എൻ്റെ കൈ കൂടി എനിക്കൊന്ന് പ്രിന്റ് ചെയ്ത് എടുത്ത് നോക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കൈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ആണ് എടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൈ പ്രിന്റ് എടുക്കുന്ന സമയത്ത് അത് എങ്ങനെ വരും നമുക്ക് നോക്കാട്ടാ. ഓക്കെ, ഇത് നമ്മുടെ കൈ വന്ന് അവിടെ സ്കാൻ ചെയ്ത് പോകുന്നുണ്ട്. കണ്ട, ഇത്രയും പോർഷൻ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അതാണ് പ്രിന്റ് ചെയ്ത് വരുന്നത്. ഒറ്റയടിക്ക് സ്കാനിങ് അല്ല, ഒരു പോർഷൻ സ്കാൻ ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അടുത്തത് സ്കാൻ ചെയ്യാനായിട്ട് അത് ഓടിപ്പോകുന്നത്. കണ്ട, നമ്മുടെ കൈ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് എടുത്തതാണ് ഈ കാണുന്നത് കേട്ടോ. എൻ്റെ കൈ ഇതിൻ്റെ മുകളിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ സംഭവം കറക്റ്റ് അല്ലേ? ഏകദേശം കൈരേഖ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൈ ഗോഡ്, എൻ്റെ കൈരേഖകളൊക്കെ ഇവിടെ കാണുന്നു. കണ്ട, ഈ കൈരേഖ മൊത്തം ഇവിടെ വന്നിട്ടുണ്ട്. ഡേഞ്ചറാണ്. ഇതന്നെ നമ്മളൊരു കളർ പ്രിന്റ് എടുക്കുകയാണെങ്കിൽ എന്താവും നോക്കട്ടെ നമുക്ക്. നമ്മുടെ കൈ തന്നെ വെച്ചിട്ട് നമ്മളൊരു കളർ പ്രിന്റ് എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മളിപ്പോൾ ഈ കളർ പ്രിന്റ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നല്ല രസമാട്ടോ അതിങ്ങനെ വന്ന് സ്കാൻ ചെയ്യുന്നത് കാണാനായിട്ട്. കണ്ട, ഇത് രസമായിട്ട് അത് വന്ന് സ്കാൻ ചെയ്ത് നോക്കി. ഓക്കെ, ഇതേ അപ്പോൾ നമ്മളുടെ കൈരേഖ എൻ്റെ കൈരേഖ പ്രിൻ്റായിട്ട് വരുന്നുണ്ട്. അടിപൊളി. അപ്പോൾ ഇതേ നമ്മളുടെ കൈയാണ് ഇവിടെ പ്രിൻ്റായിട്ട് വന്നിരിക്കുന്നത്. കണ്ട, ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് വരുന്ന ഡിഫറൻസ്. നമ്മുടെ കൈ കറക്റ്റിനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ സൈസ് തന്നെ കേട്ടോ. അവിടെ എന്ത് സൈസിലാണോ നമ്മൾ കൈ വെച്ച് അതേ സൈസിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, കണ്ട. അപ്പോൾ ഞാൻ എൻ്റെ കൈയുടെ രണ്ടും കാട്ടിത്തരാട്ടെ. ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറും എടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്.
ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇവിടെ കളർ നോക്കി അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു സ്കാനറിനുള്ള പരിമിതികൾ എന്തായാലും ഇതിനുണ്ടാവും. പക്ഷേ നോക്കി നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഇങ്ങനെ 3D ഒബ്ജക്റ്റും നമുക്ക് സ്കാൻ ചെയ്ത് ഇതുപോലെ പ്രിന്റ് ഒക്കെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. എനിക്കിതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആണോ അല്ലയോ എന്നുള്ള കാര്യം എന്തായാലും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ മച്ചാമാരെ ഇതോടുകൂടി നമ്മുടെ വീഡിയോ എക്സ്പെരിമെന്റ്, അതായത് നമ്മുടെ പ്രിന്റർ വെച്ചിട്ടുള്ള ഈ ഒരു എക്സ്പെരിമെന്റ് സെക്ഷൻ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ മച്ചാമാരെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾക്ക് വീഡിയോ താഴെ കമന്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസിൽ ലഭിക്കാനായിട്ട് ഫോട്ടോ യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചാമാരെ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.